1800 കഴിഞ്ഞിട്ട് 225 വർഷമായി. 225 വർഷത്തിന് മുമ്പായിരുന്നു 1800-കളിലായിരുന്നു ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും തൈക്കാട് അയ്യാവ് ഗുരുവും വൈകുണ്ഠസ്വാമികളും അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാർ കേരളത്തിൽ നവോത്ഥാനത്തിന്റെ വിത്തുകൾ പാകിയത്. ജാതി മത വർഗ വർണ്ണത്തിനതീതമായി മനുഷ്യരായി കാണണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് അതെല്ലാം ഉടലെടുത്തത്. ബി ആർ അംബേദ്കറിനെ പോലെയുള്ള ദളിത് സമുദായത്തിൽ ജനിച്ചിട്ടുള്ള പിന്നോക്കക്കാരനായ ഒരു വ്യക്തി, അദ്ദേഹം തന്നെയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പിയുടെ ചെയർമാൻ, ഭരണഘടനാ ശില്പിയായിട്ട് ഇരിക്കുകയും അല്ലെങ്കിൽ ആ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ എന്നുള്ള ഷിപ്പിൽ അല്ലെങ്കിൽ ലീഡറായിരുന്നത് അംബേദ്കർ തന്നെയാണ്. ബി ആർ അംബേദ്കറിനെ പോലെ ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മഹാരഥനെ കൊണ്ട് ഇന്ത്യൻ ഭരണഘടന എഴുതിപ്പിച്ചു. അതൊരു വലിയ കാര്യമാണ്. ഇന്ത്യയിൽ നടന്ന, ഇന്ത്യ ലോകത്തിന് നൽകിയ സന്ദേശമാണ്. ഇവിടെ ബ്രാഹ്മണിക്കലോ സാമുദായിക കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അതുപോലെ KR നാരായണൻ അവർകളെ ഇന്ത്യൻ പ്രസിഡന്റായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരോധിച്ചു. അതുപോലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്ന ദ്രൗപദി മുർമു എന്ന് പറയുന്ന ദളിത് വിഭാഗത്തിൽ നിന്ന്, ആദ്യം കുറച്ചുകൂടി ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. SC ST എന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടി ട്രൈബൽ ആയിട്ടുള്ള പക്കാ ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ റാം ഗോവിന്ദ് ഇവിടെ വന്നിരുന്നു. ഇതൊക്കെ സംഭവിക്കുന്ന ഒരു നാട്ടിലാണ്, കേരളത്തിൽ. ഇത് ഈ ഒരുപാട് പുരോഗമനപരമായി നവോത്ഥാന കാര്യങ്ങളൊക്കെ പറഞ്ഞ കേരളത്തിലാണ് ഒരു ആൾ ദളിതനായി എന്ന് പറഞ്ഞ് അദ്ദേഹവും പറഞ്ഞുകൊണ്ട് നടക്കുന്നു, ബാക്കിയുള്ള ആളുകളും അതിൻ്റെ പേരിൽ ബഹളം ഉണ്ടായിക്കൊണ്ട് നടക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് കേരള സർവകലാശാലയിലെ സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾ PhD ചെയ്യുന്നു. അദ്ദേഹം ദളിത് വിഭാഗത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹം അവിടെ PhD ചെയ്തപ്പോൾ, MPhil ചെയ്തപ്പോൾ അദ്ദേഹത്തിന് MPhilന്റെ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്ത അതേ ടീച്ചർ തന്നെ, വിജയകുമാരി എന്ന് പറഞ്ഞ മറ്റൊരു ടീച്ചർ, ഡീനായിട്ടുള്ള ടീച്ചർ, ഇവരുടെ ഈ വൈവ സമയത്ത് അദ്ദേഹത്തിനോട് സംസ്കൃതത്തിൽ പറയാനൊരു ശ്ലോകം എന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞില്ല. അതിൻ്റെ പേരിൽ അത് അവർ റിപ്പോർട്ട് ചെയ്തു, വലിയ വിഷയമായിട്ടുണ്ട്. അവസാനം ഇപ്പോൾ ദളിത് അവർ കഷ്ടകാലത്തിന് അവർ ബ്രാഹ്മണ വിഭാഗത്തിൽ വരുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്പൂതിരി ആ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇത് വലിയൊരു വിവാദത്തിലേക്ക് പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ സെനറ്റ് യോഗം കൂടിയപ്പോൾ അവിടെ വലിയ തർക്കമാണ് നടന്നത്. അവസാനം ദളിത് വിഭാഗത്തിലുള്ള ഒരു ആളാണ്, അല്ലെങ്കിൽ ഒരു പട്ടികജാതി പട്ടികവർഗത്തിൽ വിട്ട ഒരാളാണ് അവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ള നിലയിലേക്കുള്ള വലിയ വിവാദങ്ങളാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഈ പട്ടികവർഗ വിഭാഗങ്ങളോടൊക്കെ പറയുവാനുള്ളത്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു ദുരഭിമാന ബോധം കളയണം. ഇതിനകത്ത് ദുരഭിമാന പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു ജാതിയിൽ ജനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കറുത്തു പോകുന്നത്, വെളുത്തു പോകുന്നത്, നമ്മൾ ഏതെങ്കിലുമൊക്കെ സമുദായത്തിൽ ഏതെങ്കിലുമൊക്കെ നിറം വരുന്നത്, പൊക്കം വരുന്നത്, വണ്ണം വരുന്നത്, പിന്നെ അല്ലെങ്കിൽ നമുക്കൊരു ആകാര പ്രകൃതി വരുന്നത്, ഇതൊന്നും നമ്മുടെ കുറ്റം കൊണ്ടല്ല. നമ്മുടെ തലമുറകളുടെ ജീനുകളുടെ ഭാഗമായിട്ടും നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രയുടെ പ്രത്യേകത, പാരിസ്ഥിതിക പ്രത്യേകത, കുടിക്കുന്ന വെള്ളം, വായു, ഒരുപാട് 100,000 കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഒരു മനുഷ്യനായി വരുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനായി അംഗീകരിക്കണമെന്ന് ഭരണഘടന പറയുന്നതും നമ്മുടെ വിദ്യാഭ്യാസത്തിലും ജാതിമത ഭേദമില്ലാതെ എല്ലാവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് ഗുരുദേവനൊക്കെ പറഞ്ഞതും. പക്ഷെ ഇപ്പോഴും നമ്മുടെ കുറേ ആളുകളുടെ മനസ്സിൽ ഇത് കിടപ്പുണ്ട്. ഇപ്പോൾ ഈ പിന്നോക്ക വിഭാഗത്തിൽ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതിനകത്തൊരു ദുരുപയോഗം ഉണ്ട്. ഈ വിഷയത്തിൽ ദുരുപയോഗം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഉടൻ തന്നെ അവർ അതിനെ ജാതിയുമായും മതവുമായിട്ടൊക്കെ കൂട്ടിയോജിപ്പിച്ച് എന്നേതാ ജാതി ആക്ഷേപിച്ചു, അല്ലെങ്കിൽ ഞാൻ ജാതിയിൽ കുറഞ്ഞ ആളായതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ വരും. ആരാണ് പറഞ്ഞത് നിങ്ങൾ ജാതിയിൽ കുറഞ്ഞതാണെന്ന്? ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പിന്നോക്ക വിഭാഗം എന്നൊക്കെ പറഞ്ഞ് വഴി നടക്കാൻ പറ്റില്ല. ഒരുപാട് കാലം ഉണ്ടായി. ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഇന്റർകാസ്റ്റ് മാരേജ് അടക്കം നടക്കുന്ന പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ മെരിറ്റിനെ മെരിറ്റായി കാണുകയും പ്രശ്നങ്ങളായി സമീപിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. പട്ടികജാതി പട്ടികവർഗത്തിൽ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ദളിത് ആളായതുകൊണ്ടോ PhD ചെയ്തുകൂടാന്നോ, അല്ലെങ്കിൽ PhD ചെയ്താൽ ഞങ്ങൾ പീഡിപ്പിക്കും എന്നുള്ള രീതിയിലേക്കുള്ള മുന്നോക്ക വിഭാഗത്തിൽ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അതൊക്കെ അധമ വിചാരമാണ്. ആ കാലം പോയി. കേരളത്തിൽ അങ്ങനെ ചിന്തിക്കുന്നതിനൊരു കാലമില്ല. അത് പോയി കഴിഞ്ഞു ആ കാലം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇവിടുത്തെ പിന്നോക്ക സമുദായം എന്ന് ഞാൻ പറയുന്നില്ല. പിന്നോക്കം പറയുന്നത് PSCക്ക് വേണ്ടിയിട്ടാണ്, സംവരണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, സാമ്പത്തിക ആനുകൂല്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. വേണമെങ്കിൽ നിങ്ങൾ പിന്നോക്കം എന്നൊക്കെ പറഞ്ഞോളൂ. അതെല്ലാം എടുത്തു മാറ്റി മനുഷ്യനായി കാണുന്ന, മെരിറ്റായി കാണുന്ന ഒരു ലോകം വരണം. അതാണ് പ്രധാനം. അല്ല കുറച്ചു പേർ പിന്നോക്കക്കാരാണെന്ന് പറഞ്ഞ് നിർത്തി അവർക്ക് എല്ലാ കാലവും സംവരണവും ആനുകൂല്യവും ഒക്കെ കൊടുത്ത് അവരെ കെയർ ഓഫ് ചെയ്ത് അവരിൽ തന്നെ കുറച്ച് ആളുകൾ, മുതിർന്ന ആളുകൾ, അല്ലെങ്കിൽ അവരിൽ തന്നെയുള്ള സമ്പന്നരായി മാറിയവർ അതെല്ലാം അടിച്ചു മാറ്റി പാവപ്പെട്ടവരെല്ലാം ഇപ്പോഴും കോളനിയിലും ചേരികളിലും കിടക്കുന്ന രീതിയിൽ അവരെ ജാതിപരമായും മതപരമായും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി അവർക്കെതിരെ ഇവർക്കെതിരെ അവരെയൊക്കെ തിരിച്ച് പോകുന്ന കാലം പോയി. പുതിയ തലമുറയെ സംബന്ധിച്ച് ഇതൊന്നും അവർക്കൊരു വിഷയമല്ല. അവർ ജാതി മതത്തിലൊന്നും അധികം വിശ്വസിക്കുന്നില്ല. അവർ ഈ പരിപാടികളിലൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ലാത്ത കാലത്താണ് സെനറ്റ് യോഗം പോലും ഇങ്ങനെ മാറ്റിവെക്കേണ്ടി വരുന്നത്. ജാതി മതം എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ മാറ്റിവെക്കേണ്ടി വരുന്നത് അത് വളരെ പരിതാപകരമായ കാര്യമാണ്. അവിടെ
ആരാണ് ഇതിനിടയിൽ ഒരു BJP-യുടെ ഒരു സെനറ്റ് അംഗം പത്രക്കാരോട് വന്ന് പറഞ്ഞു, അതും വിവാദമായിട്ടുണ്ട്, വിവാദമായി മാറി. ചാനലുകളിൽ വന്ന് പറഞ്ഞു ഈ ഡീനിന്റെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞു, അതും വിവാദമായിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ എല്ലാം വിവാദമാക്കി, സത്യം പറഞ്ഞാലും ശരി പറഞ്ഞാലും ദളിത് എന്ന് പറഞ്ഞാൽ വിവാദം, പട്ടികജാതി പട്ടികവർഗം എന്ന് പറഞ്ഞാൽ വിവാദം, വിളിച്ചാൽ വിവാദം, പോയ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജാതി കുറഞ്ഞതാണെന്ന് ആര് പറഞ്ഞു? നിങ്ങളൊരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അവസരങ്ങൾ നിഷേധിച്ചിരുന്നത് കൊണ്ട് അംബേദ്കർ അതൊന്ന് ഷെഡ്യൂൾ ചെയ്തു, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇന്ന ആളുകൾക്ക് സാമ്പത്തികമായും സാമൂഹ്യമായും കുറെ കൂടി അംഗീകാരവും അവർക്ക് കുറെ സമ്പത്തും കൊടുക്കണം, അല്ലെങ്കിൽ ജോലിയിൽ അവർക്കൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം, കാരണം അവർ കൂടി അങ്ങനെ ഒരു വിഭാഗം കൂടി ഇവിടെ ഉണ്ട്, അവർ കയറി വരട്ടെ, അല്ലെങ്കിൽ അവർ കയറി വരണം എന്ന് മാത്രമേ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അല്ലാതെ ഇത് ഞങ്ങൾ കുറഞ്ഞവരാണെന്നുള്ള നിങ്ങൾക്കും എവർ കുറഞ്ഞവരാണെന്നുള്ള ചിന്ത മറ്റുള്ളവർക്കും കൊണ്ട് നടക്കുന്നത് ഭൂഷണമല്ല. ആ കാലം കഴിഞ്ഞു കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ മെരിറ്റിന്റെ അടിസ്ഥാനത്തിൽ കാണണം. അവിടെ പഠിച്ച കുട്ടി സംസ്കൃതം പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളതൊക്കെ ഇപ്പൊ ചർച്ചയില്ല. ആ റിസർച്ച് സ്കോളർ അല്ലെങ്കിൽ ഗവേഷകൻ സംസ്കൃതത്തിൽ പറയാൻ അറിയാമോ അറിഞ്ഞുകൂടാ എന്ന് ഡീൻ, ശരി ഇദ്ദേഹത്തിന് സംസ്കൃതം അറിഞ്ഞുകൂടാ എന്ന് യൂണിവേഴ്സിറ്റിക്ക് ഡീൻ എഴുതി എന്ന് വിചാരിക്കുക. VC എന്താ ചെയ്യേണ്ടത്? VC പിന്നെ ഒരു 2, 3, 4 അങ്ങനെയാണല്ലോ PhD എപ്പോഴും ചെയ്തത്. ഇപ്പൊ സുനിൽ പി ഇളയിടത്തിന് PhD കൊടുക്കാൻ പറ്റില്ല എന്ന് അന്നത്തെ പിന്നെ സുനിൽ പി ഇളയിടത്തിന്റെ പേപ്പർ വാല്യൂ ചെയ്ത, അല്ലെങ്കിൽ പിന്നെ തീസിസ് വാല്യൂ ചെയ്ത ഗൈഡല്ല വാല്യൂ ചെയ്ത ആള് പറഞ്ഞു, ഇദ്ദേഹത്തിന് അതിന്റെ ചെയർമാൻ പറഞ്ഞു ഒരു കാരണവശാലും ഇദ്ദേഹത്തിന് തീസിസ് വെച്ചിട്ട് ഇദ്ദേഹത്തിന് PhD കൊടുക്കാൻ പറ്റത്തില്ല സുനിൽ പി ഇളയിടത്തിന് പറഞ്ഞിട്ടും പിന്നെ CPM ഒക്കെ ഇടപെട്ട് യൂണിവേഴ്സിറ്റി വേറെ ആളെ വെച്ചിട്ട് കൊടുത്തല്ലോ. അപ്പൊ ഇപ്പൊ ഒരു ഡീൻ അങ്ങനെ ഒരു എന്തെങ്കിലും ന്യായം പറഞ്ഞുകൊണ്ട് ഡീൻ ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് എഴുതിയാൽ യൂണിവേഴ്സിറ്റിക്ക് ഒരു പരാതി വന്ന സാഹചര്യത്തിൽ മറ്റാരെങ്കിലും ഡീൻ വേറെ ഏതെങ്കിലും സംസ്കൃതം തന്നെ അറിയാമെന്നുള്ള പ്രൊഫസർമാരെ മറ്റാരെങ്കിലും വെച്ചുകൊണ്ട് ഇയാൾക്ക് PhD കൊടുക്കാമല്ലോ. അതിനെ പക്ഷെ വളർത്തി പാലൂട്ടി അതിനെ എല്ലാവരും കൂടെ റെഡിയാക്കി സകല പേരും ഫേസ്ബുക്കിലും ട്വിറ്ററിലും പിന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ജാതിയുടെ മതത്തിന്റെ പേരിൽ ചേരി തിരിഞ്ഞു നിന്ന് പിന്നെ വളരെ കൃത്യമായി തല്ലുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഇതിനകത്തുകൂടി പരമാവധി വോട്ട് എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള നിലയിൽ രാഷ്ട്രീയ പാർട്ടികളും കയറി മറയുന്നുണ്ട്. അവരിങ്ങനെ ദളിത് വിഭാഗത്തിന്റെ അല്ലെങ്കിൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിന്റെ ഒരു രക്തസാക്ഷിയെ കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചില പ്രചരണങ്ങളൊക്കെ നടത്തി പരമാവധി വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് കാണണം എല്ലാവരും. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് സംസ്കൃതം, ഈ പറയുന്ന ഗവേഷക വിദ്യാർത്ഥിക്ക് സംസ്കൃതം അറിയില്ല എങ്കിൽ MPhil കിട്ടിയത് എങ്ങനെയെന്നൊരു ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. MPhil കിട്ടി സമ്മതിച്ചു. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് മിനിമം മാർക്കൊണ്ടേ കയറിപ്പോകാൻ പറ്റും. അത് നമ്മളാരും പറയാത്തൊരു വിഷയമാണ്, നിങ്ങളാരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. ഇദ്ദേഹത്തിന് SLC മുതൽ മുകളിലോട്ട് അഡ്മിഷൻ കിട്ടുന്നതിന് മിനിമം മാർക്ക് മതി. കാരണം റിസർവേഷൻ ഉണ്ടല്ലോ ആശാന്. അപ്പൊ റിസർവേഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ കയറി വന്നതാണെങ്കിൽ സംസ്കൃതം നന്നായി പഠിക്കാൻ പറ്റിയില്ലയോ? പറ്റിയില്ലെങ്കിൽ സംസ്കൃതത്തിലുള്ള ശ്ലോകം ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംസ്കൃതം പറയാൻ പറഞ്ഞപ്പോൾ പറ്റിയില്ലെങ്കിൽ സംസ്കൃതം പറയുക, അല്ലെങ്കിൽ അതേ സംസ്കൃതം പഠിച്ചുകൊണ്ട് പോവുക. ഇതല്ലേ ഇവിടെ ചെയ്യുന്നത്. സാധാരണ തീസിസുകളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഓപ്പൺ ഡിഫൻസിൽ വരുമ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെ എത്രയോ പേരുടെ PhD നിഷേധിച്ചിരിക്കുന്നു, എത്രയോ പേരുടെ PhD കറക്റ്റ് സബ്ജക്റ്റ് കറക്ഷൻ കൊടുത്തിരിക്കുന്നു, എത്രയോ പേർക്ക് പിന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ തിരുത്തി എഴുതേണ്ടി വരുന്നു. ഇതൊന്നും അല്ല വിഷയം. ഈ വിഷയത്തെ ഈ സംസ്കൃത സർവകലാശാലയിൽ അല്ല സംസ്കൃതത്തിൽ PhD ചെയ്യുന്ന ഒരാൾ സംസ്കൃത ഭാഷ അറിയില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കപ്പെട്ടതൊക്കെ പോയി, ആ കഥയെല്ലാം പോയി. ഇപ്പൊ ഇതൊക്കെ ഒരു ദളിത് കഥയായി മാറി നിൽക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായില്ല. ഒരു ദളിത് ബ്രാഹ്മണ സംവാദമായി ഇതിനെ വളർത്തിയെടുത്തതിൽ കേരള സമൂഹത്തിന് വലിയ പങ്കുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ തീരേണ്ടുന്നൊരു വിഷയം, ഒരാളിന് അത് ദളിതനായിക്കോട്ടെ ബ്രാഹ്മണനായിക്കോട്ടെ ആരായിക്കോട്ടെ, ഒരു സംസ്കൃതം പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക്, ഗവേഷണം ചെയ്ത വിദ്യാർത്ഥിക്ക് ഓപ്പൺ ഡിഫൻസ് സമയത്ത് സംസ്കൃതം അറിയില്ല എന്നൊരു ഡീൻ പറഞ്ഞാൽ സംസ്കൃതം തെളിയിച്ചു കൊടുക്കണം. അത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? അങ്ങനെ വളരെ ലളിതമായി പരിഹരിക്കേണ്ട ഒരു വിഷയത്തെയാണ് വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ വിഷയമായി കുറച്ച് BJP ഏറ്റെടുക്കുന്നു, കുറച്ച് CPM ഏറ്റെടുക്കുന്നു, കുറച്ച് CPI ഏറ്റെടുക്കുന്നു, കുറച്ച് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. വളരെ രസകരമാണ്. കേരളത്തിൽ എന്തു പറഞ്ഞാലും അതിനെ ജാതിയുടെ മതത്തിന്റെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ഇതിൽ കെട്ടിക്കാനും അതിൽ കൃത്യമായി രാഷ്ട്രീയം മേമ്പൊടിയായി ചേർക്കാനും അങ്ങനെ വോട്ട് കിട്ടുമോ നോക്കാനും കഴിയുന്ന പുതിയ ഒരു ജാതി രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലമായി കേരളം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇതിൽ എനിക്ക് പറയാനുള്ളത്, അവസാനമായി പറയാനുള്ളത്, ദളിത് ആദിവാസി പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ പിന്നോക്ക സമുദായക്കാർ വിഭാഗക്കാർ എന്ന് പറയുന്നവർ, എനിക്കൊരു അഭിപ്രായം ഇല്ല. അവർ പിന്നോക്കം മുന്നോക്കം ഒന്നും എനിക്ക് അഭിപ്രായമില്ല. എല്ലാവരും മനുഷ്യരാണ്. അങ്ങനെ ഏതെങ്കിലും ലിസ്റ്റിൽപ്പെട്ട് പിന്നോക്കമാണെന്ന് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ ട്രാപ്പിലൊന്നും ചെന്ന് വീഴാതിരിക്കുക.
മറ്റ് സമുദായത്തിൽപ്പെട്ടവർ, എവരെ വിഭാഗത്തിൽപ്പെടാത്തവർ അവരെന്തെങ്കിലുമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നെങ്കിൽ, അഴുക്ക് കൊണ്ട് നടക്കുന്നെങ്കിൽ അതും കളയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്.